നമസ്കാരം, എൻ്റെ പേര് രേഖ ഹരീന്ദ്രൻ. ഞാനിവിടെ ഹരിശ്രീ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് കൊച്ചിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത GS ഹരീന്ദ്രന്റെ മോളാണ്. അച്ഛൻ പണ്ടൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു, പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. സിദ്ദിഖ് ലാൽ അങ്കിളുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ സിനിമ. ആ സമയം അത് അത്ര നല്ലോണം ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് അത് കാരണം കുറെ എക്സ്പോഷർ കിട്ടിയായിരുന്നു സിനിമയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആസ് എ ഫാമിലി ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു. ആക്ടിങ് അങ്ങനെ പെർസ്യൂ ചെയ്തില്ല. പിന്നെ കല്യാണം കഴിച്ചു, US മൂവ് ചെയ്തു. എന്നിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ട് ചെക്ക്മേറ്റ് എന്നൊരു സിനിമയെ പറ്റി ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അതിന് ഓഡിഷൻ ചെയ്ത് ജെസ്സി എന്നൊരു ക്യാരക്ടറിനെ എന്നെ സെലക്ട് ചെയ്തു. ഇതിലെ ഒരു പ്രധാന മെയിൻ ഹീറോയിൻ റോളാണ്. ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്ന റോളായിരുന്നു. ഒരു 360 ഡിഗ്രി ക്യാരക്ടറാണ്. റൊമാൻറ്റിക് ടു കുറച്ച് സ്ട്രീറ്റ് സ്മാർട്ട്, കുറച്ചൊരു കളത്തരം, അങ്ങനെ എല്ലാം ഒരു ടൈപ്പ് ഓഫ് റോളാണ്. അപ്പോൾ ആ ഒരു റോളിന് എനിക്ക് ആക്ച്വലി കേരള ക്രിട്ടിക്സ് അസോസിയേഷന്റെ നവാഗത ആക്ട്രസ് അവാർഡും കിട്ടി. സോ ഹോപ്പ്ഫുള്ളി ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. August 8 സിനിമ റിലീസ് ചെയ്യുന്നത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ചെക്ക്മേറ്റ് എന്നൊരു സിനിമ ചെയ്യുന്നു എന്ന് രതീഷ് ശേഖർ കനേഡിക്കറ്റിൽ അനൗൺസ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓഡിഷൻ കോളിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സജസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ പോയതാ. അവിടെ ഒത്തിരി പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഒരു 120 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്ന് നമ്മളൊരു 20-30 പീപ്പിളിനെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു ബിഗിനിങ്. പിന്നെ ഒത്തിരി ആക്ടിങ് വർക്ക്ഷോപ്സും ഒത്തിരി സ്ക്രിപ്റ്റ് സെഷൻസും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ പ്രിപ്പയർ ചെയ്തത്. സിനിമ കംപ്ലീറ്റ്ലി ഷോട്ട് ഇൻ ദ US. ചെക്ക്മേറ്റ് എന്നൊരു സിനിമയിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അനൂപേട്ടനും ലാലങ്ക്ലും ആണ്. അതല്ലാണ്ട് അവിടെ അമേരിക്കൻ ആക്ടേഴ്സും ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. നമ്മളുടെ ടീം തന്നെ ഒരു കൂട്ടം മലയാളികളാണ്. എല്ലാവരും ന്യൂ ടു മൂവീസ്. അപ്പോൾ സിനിമ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, പക്ഷെ ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാവരുമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലറാ, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ്. ഇപ്പൊ നമുക്ക് കഥ പിടികിട്ടി എന്ന് വിചാരിക്കുമ്പോൾ അപ്പൊ മാറുന്ന ഒരു കൈൻഡ് ഓഫ് കഥയാണ്. അപ്പൊ വളരെ ഡിഫറെന്റ് ആണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്നാണ് എന്റെ വിശ്വാസം. സോ എന്റെ മെയിൻ കോമ്പിനേഷൻ അനൂപേട്ടന്റെ ഹീറോയിൻ ആയിട്ടാണ് ഈ സിനിമയിൽ ഞാൻ വരുന്നത്. ലാലങ്ക്ലായിട്ട് ഒരു സീൻ ഉണ്ട്. അത് ബിക്കോസ് ഓഫ് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിത്ത് ലാലങ്ക്ൽ, അത് ഇറ്റ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പക്ഷെ മെയിൻലി അനൂപേട്ടനായിട്ടുള്ള സീൻസ് ആണ്. ആക്ച്വലി ഇവരാ വരുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. എന്താ വെച്ചാൽ ഇവര് എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സ് മാത്രമല്ലല്ലോ, ഡയറക്ടേഴ്സ്, സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, ലൈക്ക് ഇൻ എവറി ഫീൽഡ് സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ്. അങ്ങനെ ആ ഒരു ലെവലിലെ ആൾക്കാരായിട്ട് നമ്മൾ ഒപ്പത്തിനൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ പേടിയായിരുന്നു. പക്ഷെ ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ ഇവരാണെങ്കിലും വന്ന ഉടനെ വിതിൻ 10 minutes വളരെ അപ്രോച്ചബിൾ ആയി. ഒത്തിരി ടിപ്സ് തന്നു, എങ്ങനെയാ ആക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാ ക്യാമറ ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെ ഭയങ്കര ഈസി ആക്കി നമ്മുടെ ഒരു പ്രോസസ്. ആഗ്രഹമുണ്ട് ഈ സിനിമ ചെക്ക്മേറ്റിൽ കണ്ടിട്ട് ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ നല്ല ക്യാരക്ടർ റോൾസ് വല്ലതും കിട്ടിയാൽ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആണ്. സോ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. August 8 സിനിമ ഇറങ്ങും. നമ്മളൊരു ചെറിയ ഇൻഡിപെൻഡന്റ് ടീമാണ്, US ബേസ്ഡ്, കുറെ മലയാളീസ് ഹു ലവ് സിനിമ. ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവിയാണ്, പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സിനിമ കാണണം. അതാണ് മെയിൻ റിക്വസ്റ്റ്.